ബോട്ടണി ഓൺലൈൻ എക്സാമിനേഷൻ ടെസ്റ്റ് സീരീസ് 3യുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷനാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്: ബൈ ഒബ്സർവിങ് ദി റിലേഷൻഷിപ്പ് ഓഫ് ദി ഫസ്റ്റ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ആദ്യത്തെ റിലേഷൻ നോക്കിയിട്ട് രണ്ടാമത്തെ റിലേഷൻ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് ഹിസാഡെയിലിൻ്റെ നേരെ ക്രോസ് ബ്രീഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഹിസാഡെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ചെമ്മരിയാടാണ് അല്ലേ. ദറ്റ് ഈസ് ഫോമഡ് അല്ലെങ്കിൽ ഡെവലപ്ഡ് ബൈ ദി മേറ്റിംഗ് ഓഫ് ബിക്കാനറി ഈവ്സ് ആൻഡ് മെറീനോ റാംസ് അല്ലേ. അപ്പോൾ ബിക്കാനറി ഈവ്സും മെറീനോ റാംസും തമ്മിൽ മെയ്റ്റിംഗ് നടത്തി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ചെമ്മരിയാടാണ് ഹിസാഡെയിൽ. ആ മെയ്റ്റിംഗ് പ്രോസസ്സിൻ്റെ പേരാണ് ക്രോസ് ബ്രീഡ്. ഓക്കെ, ക്രോസ് ബ്രീഡ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ മെയിലാണ് അതിനെ സുപ്പീരിയർ ഫീമെയിലുമായിട്ട് മെയ്റ്റിംഗ് നടത്തി ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്രോസ് ബ്രീഡ് എന്ന് പറയുക. ഇനി രണ്ടാമത്തെ റിലേഷനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ റിലേഷൻ മ്യൂളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ക്രോസ് ബ്രീഡ് പോലെ മറ്റൊരു പ്രോസസ്സ് വഴിയായിരിക്കും മ്യൂളിനുണ്ടാക്കിയിട്ടുള്ളത്. ആ പ്രോസസ്സിൻ്റെ പേരാണ് ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇമാസ്കുലേഷൻ്റെ പ്രോസസ്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, ഇത് മറ്റൊരു മെത്തേഡാണ്. ആനിമൽസുകളെ അവിടെ നമ്മൾ പ്ലാന്റ്സുകളെ ആയിരുന്നു ക്രോസ് ബ്രീഡിങ് ചെയ്തിരുന്നത്. ഇവിടെ ആനിമൽസുകളെയാണ് ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ, അതായത് വ്യത്യസ്ത സ്പീഷ്യസിൽപ്പെട്ട ഓർഗാനിസത്തിനെ മേറ്റിംഗ് ചെയ്യുക അല്ലേ. ഇവിടെ മ്യൂൾ ഉണ്ടാക്കിയിട്ടുള്ളത് കോവർ കഴുതയാണ് മ്യൂള്, അതായത് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഡോങ്കിയും അതേപോലെ തന്നെ ഹോസ് അല്ലേ. ഇതിനെ രണ്ടിനെയും തമ്മിൽ മേറ്റിംഗ് നടത്തി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് മ്യൂൾ എന്ന് പറയുന്നത്. അപ്പം മ്യൂളിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു മേറ്റിംഗ് നടത്തിയിട്ടുള്ള ഈ മേറ്റിംഗ് പ്രോസസ്സിൻ്റെ പേരാണ് ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നിങ്ങൾ ആൻസറായിട്ട് എഴുതേണ്ടത് ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്നാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ്: എ മെഡിക്കൽ ഓഫീസർ പ്രിസ്ക്രൈബ്ഡ് ബയോഫോർട്ടിഫൈഡ് ഫുഡ് ഫോർ എ ട്രൈബൽ കമ്മ്യൂണിറ്റി ടു ഇറാഡിക്കേറ്റ് ഹെൽത്ത് പ്രോബ്ലംസ്. ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു മെഡിക്കൽ ഓഫീസർ, ഒരു ഡോക്ടർ എന്ത് ചെയ്തു, ബയോഫോർട്ടിഫൈഡ് ഫുഡ് സജസ്റ്റ് ചെയ്തു അല്ലേ. അത് അവരെ ഹെൽത്ത് പ്രോബ്ലംസ് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ബയോഫോർട്ടിഫൈഡ് ഫുഡ് കൊടുത്തത്, കഴിക്കാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ അതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻസാണ് വാട്ട് ഈസ് ബയോഫോർട്ടിഫിക്കേഷൻ. അപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാനുള്ള ഫുഡ് ഐറ്റംസാണ് ബയോഫോർട്ടിഫൈഡ് ഫുഡ് അല്ലേ. ഹെൽത്ത് പ്രോബ്ലംസ്, ഇപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ് എന്താണ്? വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം, ഫാറ്റ്, പ്രോട്ടീൻസ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മിനറൽ എലമെൻസുകൾ അതിൻ്റെയൊക്കെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു ഹെൽത്ത് പ്രോബ്ലംസിനെ മറികടക്കാനായിരിക്കും ബയോഫോർട്ടിഫൈഡ് ഫുഡ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം എന്താണ് ബയോഫോർട്ടിഫിക്കേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് ക്രോപ്സ്, ഒരു പ്ലാന്റ് ബ്രീഡിംഗ് മെത്തേഡ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വിത്ത് ഹയർ ലെവൽ ഓഫ് വൈറ്റമിൻസ്, മിനറൽസ് ഓർ ഹയർ പ്രോട്ടീൻസ് ആൻഡ് ഹെൽത്തിയർ ഫാറ്റ്സ് അല്ലേ. ഇറ്റ് ഈസ് ദ ബ്രീഡിംഗ് ക്രോപ്സ് വിത്ത് higher level of vitamins, minerals and healthier fats. അപ്പോൾ ഇറ്റ്സ് എ ബ്രീഡിംഗ് മെത്തേഡാണ്, പ്ലാന്റ് ബ്രീഡിംഗ് മെത്തേഡാണ് അല്ലേ. ബ്രീഡിംഗ് മെത്തേഡ്സ് എന്തിനാണ്? വിത്ത് എന്തുകൊണ്ട്? ഹയർ ലെവൽ ഓഫ് വൈറ്റമിൻസ്, മിനറൽസ്, proteins
ആൻഡ് ഹെൽത്തിയർ ഫാറ്റ്സ് അല്ലേ, ഹെൽത്തിയർ ഫാറ്റ്സ്, നല്ല ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ഫാറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഫാറ്റ്സുകളുണ്ട് നമുക്കറിയാം. അപ്പോൾ ഹെൽത്തിയർ ഫാറ്റ്സ് ഒക്കെ ധാരാളമുള്ള ഫുഡ് ക്രോപ്സുകളെ ഡെവലപ്പ് ചെയ്യാൻ, ബ്രീഡിംഗ് ക്രോപ്സുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുക. ഇപ്പോൾ ബ്രീഡിംഗ് ക്രോപ്സ് അല്ലെങ്കിൽ ബ്രീഡിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ബ്രീഡിംഗ് ക്രോപ്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ബ്രീഡിംഗ് ക്രോപ്സുകൾ ഏതൊക്കെയാണ്? ബ്രീഡിംഗ് ക്രോപ്സുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അയൺ ഫോർട്ടിഫൈഡ് റൈസ് അല്ലേ. റൈസിൻ്റെ തന്നെ അയൺ ധാരാളം അടങ്ങിയിട്ടുള്ള ഫോർട്ടിഫൈഡ് റൈസുകളുണ്ടാവും. അതേപോലെ തന്നെ വീറ്റിൻ്റെ പുതിയ ബയോഫോർട്ടിഫൈഡ് ഫുഡ് ഐറ്റംസാണ് അറ്റ്ലസ് അല്ലേ, അറ്റ്ലസ് 66 പറയുന്ന വീറ്റ്. അതേപോലെ തന്നെ വെജിറ്റബിൾ ഐറ്റംസൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് മെറ്റീരിയൽസുകൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ബയോഫോർട്ടിഫിക്കേഷൻ. ഓക്കെ, ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് അല്ലേ, മെൻഷൻ എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് ദാറ്റ്. അതിൻ്റെ 2 ഗുണങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അതിൻ്റെ ഒബ്ജക്റ്റീവ് ടെക്സ്റ്റ് ബുക്കിൽ 4 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് പ്രോട്ടീൻ കണ്ടൻറ്റ് ടു ഇൻക്രീസ് അല്ലെങ്കിൽ ഇംപ്രൂവ് ദി പ്രോട്ടീൻ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി അല്ലേ. പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടുക, അതേപോലെ തന്നെ ഓയിൽ കണ്ടൻറ്റ് വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് ദി ഓയിൽ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി. അതേപോലെ തന്നെ വൈറ്റമിൻ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുക, ആൻഡ് ന്യൂട്രിയൻസ് അല്ലേ, ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മിനറൽ കണ്ടൻറ്റൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബയോഫോർട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ 2 എഴുതാം, അതല്ലെങ്കിൽ ഈ 2 എഴുതിയാൽ ആൻസർ ഫുള്ളായി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ പാർട്ട് ഓഫ് പ്ലാന്റ് ഈസ് നോട്ട് സ്യൂട്ടഡ് ഫോർ മേക്കിംഗ് വൈറസ് ഫ്രീ പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഓൾ പാർട്ട് ഓഫ് പ്ലാന്റ്സിൻ്റെ എല്ലാ ഭാഗങ്ങളും നോട്ട് സ്യൂട്ടഡ് ഫോർ മേക്കിംഗ് വൈറസ് ഫ്രീ പ്ലാന്റ്സ്. വൈറസ് ഫ്രീ പ്ലാന്റ്സുകൾ ഉണ്ടാക്കാൻ അനുയോജ്യമല്ല എന്നാണ്. അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതാണ് അനുയോജ്യമായിട്ടുള്ള ഭാഗം, അതാണ് അവിടെ എഴുതേണ്ടത്. എല്ലാ പാർട്ടുകളും അനുയോജ്യമല്ല എന്ന് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി അനുയോജ്യമായിട്ടുള്ള ഭാഗം ഏതാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ കമൻറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് നമുക്കറിയാം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസാണ് അല്ലേ. അപ്പോൾ മെരിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസാണ്, എസ്പെഷ്യലി ആക്സിലറി ആൻഡ് എപ്പിക്കൽ മെരിസ്റ്റം, അതേപോലെ ആക്സിലറി മെരിസ്റ്റംസ് ഈസ് ഓൺലി സ്യൂട്ടഡ് ഫോർ മേക്കിംഗ് വൈറസ് ഫ്രീ പ്ലാന്റ്സ്. അപ്പോൾ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസുകളാണ്. അത് പ്ലാന്റ്സിൻ്റെ ടിപ്പ് പാർട്ടുകളാണെങ്കിൽ എപ്പിക്കൽ മെരിസ്റ്റമാണ്. അതല്ലെങ്കിൽ ആക്സിസിലും ലീഫിൻ്റെ ആക്സിസിലും തണ്ടിലൊക്കെ കാണപ്പെടുന്ന മെരിസ്റ്റമാറ്റിക്കാണ്. ബഡുകളൊക്കെയാണ് ആക്സിലറി മെരിസ്റ്റംസ്. ഈ 2 മെരിസ്റ്റംസ് എടുത്താൽ അതിൽ ഇപ്പോൾ ഇൻ്റർകാലറി മെരിസ്റ്റം സാധാരണ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. അത് പ്ലാന്റ്സിൻ്റെ ഇന്നർ റീജിയൻ, മെച്ചുവർ റീജിയൻസിലായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ എടുക്കുന്നത് എപ്പിക്കൽ മെരിസ്റ്റം, ആക്സിലറി മെരിസ്റ്റം ആയിരിക്കും. അപ്പോൾ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസുകളാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്തുകൊണ്ടാണ് വൈറസ് ഫ്രീ പാർട്ടുകൾ ആവുന്നത്? വൈറസ് ഫ്രീ പാർട്ടുകളായതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വൈറസ് ഫ്രീ പ്ലാന്റ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വൈറസ് ഫ്രീ പാർട്ടുകളാകാൻ കാരണം ദർ ഈസ് നോ വാസ്കുലാർ ടിഷ്യൂസ് ഇൻ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അല്ലേ. അവിടെ എന്താണ് വാസ്കുലാർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലം ഫ്ലോയ ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഡിഫറൻഷിയേറ്റ് ചെയ്യാത്ത ടിഷ്യൂസുകളാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്താലേ അവിടെ വാസ്കുലാർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലം ഫ്ലോയൊക്കെ ഡെവലപ്പ് ചെയ്യുള്ളൂ. സൈലം ഫ്ലോയത്തിലൂടെ വൈറസിന് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് വൈറസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ വൈറസ് ഫ്രീ പ്ലാന്റ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഓൾ പാർട്ട് ഓഫ് പ്ലാന്റ്സ് ഈസ് നോട്ട് സ്യൂട്ടഡ് ഫോർ മേക്കിംഗ് വൈറസ് പ്ലാന്റ്സ്. There is only meristematic tissues are used for making virus free plants, especially axillary and apical meristems. ഓക്കെ, അതാണ് 3rd ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആയിട്ട് വരിക. 4th ക്വസ്റ്റ്യൻസ്,
Borlaug got Nobel Peace Prize in 1970 for his contribution to world peace. ലോകസമാധാനത്തിനുള്ള നോബൽ പീസ് പ്രൈസ് നേടിയിട്ടുള്ള സയൻറ്റിസ്റ്റാണ് നോർമൻ ബോർലോഗ്. ഓക്കെ, അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഹിസ് കോൺട്രിബ്യൂഷൻ, എന്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവന ഈ വിഷയത്തിൽ. ലോക സമാധാനത്തിന് വേണ്ടിയുള്ള നോബൽ പ്രൈസ് നേടിയിട്ടുള്ള സയൻറ്റിസ്റ്റാണ് നോർമൻ. അപ്പോൾ അദ്ദേഹം ഒരു അസമാധാനത്തിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ഫുഡില്ലെങ്കിൽ സമാധാനം കുറയും അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, ഫുഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് നോർമൻ ബോർലോഗ്. ഗ്രീൻ റവല്യൂഷനൊക്കെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് മെക്സിക്കോയിലുള്ള നോർമൻ ബോർലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, ഇതൊരു ലൈൻ ബേസ്ഡ്, ടെക്സ്റ്റ് ബുക്കിലെ ലൈൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് വാട്ട് വാസ് ഹിസ് കോൺട്രിബ്യൂഷൻ, ഈ ഒരു നോർമൻ ബോർലോഗിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തൊട്ട് മുമ്പുള്ള വരികൾ നമ്മൾ ശ്രദ്ധിക്കണം. 1960 to 2000 വീറ്റ് ആൻഡ് റൈസ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ദിസ് വാസ് ഡ്യൂ ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് വീറ്റ് ആൻഡ് സെമി ഡ്വാഫ് വെറൈറ്റീസ് ഓഫ് വീറ്റ് ആൻഡ് റൈസ്. സെമി ഡ്വാഫ് വെറൈറ്റീസ് ഓഫ് വീറ്റ് ആൻഡ് റൈസ്. റൈസിൻ്റെയും വീറ്റിൻ്റെയും സെമി ഡോഫ് വെറൈറ്റീസുകളുടെ പ്രൊഡക്ഷൻ മൂലമാണ് ഫുഡ് പ്രൊഡക്ഷൻ 1960 മുതൽ 2000 വരെ അതിൻ്റെ ഫുഡിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ബിക്കോസ് ദിസ് വാസ് ഡ്യൂ ടു ദി സെമി ഡോഫ് വെറൈറ്റീസ് ഓഫ് വീറ്റ് ആൻഡ് റൈസ്. അതിൻ്റെ ഉപയോഗം മൂലമാണ് ഇൻക്രീസ് ചെയ്യാൻ സാധിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് പറഞ്ഞതിന് ശേഷമാണ് നോർമൻ ബോർലോഗ് പ്രൊഡ്യൂസ് അറ്റ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ വീറ്റ് ആൻഡ് മെയ്സ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ മെക്സിക്കോ ഡെവലപ്ഡ് സെമി ഡോഫ് വീറ്റ്. സെമി ഡോഫ് വീറ്റിനെ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ വീറ്റ് ആൻഡ് മെയ്സ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ മെക്സിക്കോ എന്ന് പറയുന്ന മെക്സിക്കോയിലുള്ള ഒരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ വീറ്റ് ആൻഡ് മെയ്സ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ മെക്സിക്കോ. ഈ ഒരു സെൻറ്ററിൽ വെച്ചിട്ടാണ് സെമി ഡോഫ് വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്തത് നോർമൻ ബോർലോഗ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മതി. ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി സെപ്പറേറ്റ് അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. വിച്ച് പ്ലാന്റ് ഡിഡ് ഹി യൂസ് ഫോർ ദിസ് അച്ചീവ്മെൻറ്റ്. ഈ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടി ഈ ഒരു നേട്ടത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള പ്ലാന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ പ്ലാന്റിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് ജനറലൈസ് ചെയ്ത് പറഞ്ഞു ഇൻക്രീസ് ദി ഫുഡ് പ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് ഉണ്ടായതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, സെമി ഡോഫ് വീറ്റ് ആണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പ്ലാന്റ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഫസ്റ്റിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാട്ട് വാസ് ഹിസ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന് എഴുതാം. വിച്ച് പ്ലാന്റ് ഡിഡ് ഹി യൂസ് ഫോർ ദിസ് അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെമി ഡോഫ് വീറ്റ് ആണ്. റൈസ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വീറ്റാണ് മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെല്ലുലാർ ടോട്ടിപൊട്ടൻസി is the capacity of plants to generate into whole plant from cell or explant. സെല്ലുലാർ ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. എന്താണ് കപ്പാസിറ്റി? ടു ജനറേറ്റ് ഇൻ ടു ഹോൾ പ്ലാന്റ്സ് അല്ലേ, മൊത്തം ഒരു പ്ലാന്റായിട്ട് മാറാനുള്ള കപ്പാസിറ്റിയാണ്. മൊത്തം ഒരു പ്ലാന്റായിട്ട് മാറുക. ഒരു സെല്ലിൽ നിന്നോ ഒരു എക്സ്പ്ലാന്റിൽ നിന്നോ പുതിയ
പ്ലാന്റായി മാറാനുള്ള കപ്പാസിറ്റിയാണ് ടോട്ടിപൊട്ടൻസി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നെയിം ദി പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ ഒരു സെല്ല്, ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത് ഒരു സെല്ലിനോ ഒരു എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എനി പാർട്ട് ഓഫ് പ്ലാന്റ്സിൻ്റെ ഏതെങ്കിലും പാർട്ടിനെ നമുക്ക് എക്സ്പ്ലാന്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു സെല്ല് അല്ലേ, ആ സെല്ലിൽ നിന്ന് മൊത്തം ആ സെല്ല് കൺവേർട്ട് ചെയ്ത് ഒരു പ്ലാന്റ്സ് ആയിട്ട് മാറാൻ കപ്പാസിറ്റി ഉള്ളതിനെയാണ് എന്ത് പറയുന്നത്, ആ സെല്ലിൻ്റെ കഴിവിനെ നമുക്ക് ടോട്ടിപൊട്ടൻസി എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെയുള്ള ചോദ്യം നെയിം ദി പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യുന്ന പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡിൻ്റെ പേരാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം, ഒരു സെല്ലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറിങ് പ്രോസസ്സിലൂടെ അത് നേരിട്ട് പ്ലാന്റായിട്ട് മാറൊന്നുമില്ല. പെട്രി ഡിഷ് എടുക്കും അല്ലേ, അതിലൊരു സെല്ലെടുക്കും, അതിൽ പ്രത്യേകമായിട്ടുള്ള ന്യൂട്രിയൻസ്, മിനറൽസ് അല്ലേ, ന്യൂട്രിയൻ സൊല്യൂഷൻസ് ഉണ്ടാക്കും. അതിന് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഓക്സിൻ, അതേപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺസുകൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കും. ആ സെല്ല് ഡെവലപ്പ് ചെയ്ത് മാസ് ഓഫ് ടിഷ്യൂസായിട്ട് മാറും. ആ മാസ് ഓഫ് ടിഷ്യൂസിന് പിന്നെ നമ്മൾ റൂട്ട് ഡെവലപ്പ് ചെയ്യുന്ന സൊല്യൂഷനിലേക്ക്, ഗ്രോത്ത് ഹോർമോൺസിലേക്ക് മാറും. റൂട്ട് ഡെവലപ്പ് ചെയ്യും, പിന്നീട് അത് ഷൂട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഗ്രോത്ത് ഹോർമോൺസ് കൊടുക്കും അല്ലേ, ഷൂട്ട് ഡെവലപ്പ് ചെയ്ത് വരും. അങ്ങനെ പുതിയൊരു പ്ലാന്റായിട്ട് മാറുക അല്ലേ. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ. ഓക്കെ, അപ്പോൾ ടിഷ്യൂ കൾച്ചറാണ് നെയിം ദി പ്ലാന്റ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡിൻ്റെ പേരാണ് ടിഷ്യൂ കൾച്ചർ. ഓക്കെ, അതിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ, വൈ ദിസ് ഈസ് കോൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ. എന്തുകൊണ്ടാണ് ഇതിനെ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്? അതായത് ഈ മെത്തേഡ് വഴി ഒരു സെല്ല് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുക അല്ലേ, തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സുകൾ ഈ മെത്തേഡ് വഴി ടിഷ്യൂ കൾച്ചർ ലാബിൽ വെച്ച് അല്ലേ, ടിഷ്യൂ കൾച്ചർ ലാബുകളിൽ വെച്ചിട്ട് നമുക്ക് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ. തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ക്യാൻ ബി ഡെവലപ്ഡ് ബൈ ദിസ് മെത്തേഡ്. ഏത് മെത്തേഡ്? ടിഷ്യൂ കൾച്ചർ മെത്തേഡ് വഴി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ മെത്തേഡിനെ എന്ത് പറയുന്നത്, മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. വൈ ദിസ് മെത്തേഡ് അല്ലെങ്കിൽ വൈ ദിസ് ഈസ് കോൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്നാണ് ചോദിച്ചത്. അതായത് ടിഷ്യൂ കൾച്ചറിനെ എന്തുകൊണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറായിട്ട് നമ്മൾ പഠിക്കാറുണ്ട്, മൈക്രോ പ്രൊപ്പഗേഷൻ അല്ലേ. അപ്പോൾ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ക്യാൻ ബി ഡെവലപ്ഡ് ബൈ ടിഷ്യൂ കൾച്ചർ. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ. ലാസ്റ്റ് സെഷൻ ക്വസ്റ്റ്യൻ ആണ്, ദി പ്ലാന്റ് പ്രൊഡ്യൂസ്ഡ് ആർ കോൾഡ് സോമ ക്ലോൺസ്. ജസ്റ്റിഫൈ. എന്തുകൊണ്ടാണ് ഈ ടിഷ്യൂ കൾച്ചർ മെത്തേഡ് വഴി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സുകളെ നമ്മൾ സോമ ക്ലോൺസ് അല്ലേ, സോമ ക്ലോൺസ് എന്ന് പറയുന്നത്? അതായത് ഒരു സെല്ലിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള, ഏത് സെല്ലിൽ നിന്നാണോ ഒരു പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്ത് വന്നത് അല്ലേ, ആ പ്ലാന്റ്സ് ഈ സെല്ലിൻ്റെ അതേ ക്യാരക്ടേഴ്സ് ജനറ്റിക്കലി, അതേപോലെ തന്നെ ജനറ്റിക്കലി അതേപോലെ മോർഫോളജിക്കലി എന്തായിരിക്കും, മോർഫോളജിക്കലി സിമിലർ ആയിരിക്കും. ഏതിനോട്? പുതുതായിട്ടുണ്ടായിട്ടുള്ള പ്ലാന്റ്സ് ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ടു ഇറ്റ്സ് പാരൻറ്റ് പ്ലാന്റ്സ് അല്ലേ. പാരൻറ്റ് പ്ലാന്റ്സിനോട് ജനറ്റിക്കലായിട്ടും അതേപോലെ മോർഫോളജിക്കലായിട്ടും സിമിലർ ആയതുകൊണ്ടാണ് ടിഷ്യൂ കൾച്ചർ വഴി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, സോമ ക്ലോൺസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ.